പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ പാം സൺഡേയായി ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്നാൽ അതിന് മറ്റു പ്രാധാന്യങ്ങൾ ഒന്നും നൽകുന്നില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ദൈവവചനത്തിൽ നിന്ന് ചില ആലോചനകളായി, ചില ദൂതുകളായി പറഞ്ഞ് ഇന്ന് ഈ പകൽ ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വേദപുസ്തകം നാം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. വർഷത്തിലെ ഒരു 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 പാം സൺഡേയിൽ അല്ലെങ്കിൽ ഒരു ഹോഷന്ന ഞായറായ ഇന്നേ ദിവസം കുരുത്തോലകളുമായി ആമേൻ റോഡിലേക്ക് ഒരു റാലിയായി ഇറങ്ങുന്നത് അല്ല വാസ്തവത്തിൽ ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും കാതലായ ഭാഗം. മത്തായി സുവിശേഷം 21 അധ്യായത്തിൽ നമ്മൾ വായിപ്പാൻ ഇടയാകുന്നത് എന്താണ് യഥാർത്ഥ പാം സൺഡേ, എന്താണ് ഇന്നത്തെ ദിവസം കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. അതിതത്രേ യേശു, ഒന്നുകൂടി പറഞ്ഞാൽ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. അങ്ങനാണെങ്കിൽ ഇന്ന് ഈ പകലും നിങ്ങളെ നോക്കി എനിക്ക് വിളിച്ച് പറവാനുള്ള ദൂതിതത്രേ, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഈ പകൽ സ്തോത്രം, കുരുത്തോലകളുമായി നടുറോഡിലേക്ക് ഇറങ്ങുന്നതിൽ ഉപരിയായി ഇന്ന് പകൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ, യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ, യേശു നിന്റെ ഭവനത്തിലേക്ക് വരട്ടെ, യേശു നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ, യേശു നിന്റെ തലമുറകളിലേക്ക് വരട്ടെ, യേശു നിന്റെ ലൈഫിലേക്ക് വരട്ടെ. അതത്രേ ഇന്നു പകൽ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇന്നത്തെ ഈ ദിവസത്തിൽ ലോകത്തെ വിശുദ്ധ വേദപുസ്തകം വിളിച്ചറിയിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതുതന്നെയാണ്: രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. രാജാവ് ആരാണ്? രാജാവ് സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു എന്ന രാജാവ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ദേശത്തിലേക്ക് വരുന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്. സ്തോത്രം. വേദപുസ്തകം നാം വായിക്കുമ്പോൾ സഖരിയ പ്രവാചകൻ 9 അധ്യായം 9 വാക്യത്തിൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് മത്തായി 21 4 വാക്യത്തിൽ നിവൃത്തി ആകുവാൻ ഇടയായത്. അപ്രകാരം എങ്കിൽ ഇന്ന് ഈ പകൽ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ ദേശത്ത് ഇന്ന് പകൽ യേശു വന്നാൽ ആദ്യം സംഭവിക്കുവാൻ പോകുന്നത് ചില പ്രവചനങ്ങളുടെ അഥവാ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തിയത്രേ. ഇന്നു പകൽ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഇന്നു പകൽ സംഭവിക്കാൻ പോകുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവ് സ്തോത്രം ചില ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് മത്തായി സുവിശേഷം 21 അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതയെ അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ച് കൊണ്ട് വരുവിൻ. ഇന്ന് പകൽ നിങ്ങളോട് ഈ പ്രത്യേക ദിവസത്തിൽ പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിക്കുന്ന 2-ാമത്തെ ദൂതിതത്രേ, നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ അഴിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ ചില കെട്ടുകളെ അഴിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം.
3 നമ്മൾ വേദപുസ്തകത്തിൽ 21 അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു. ഈ കഴുതയെ അഴിച്ചുകൊണ്ട് യേശു കർത്താവ് ഈ കഴുതയുടെ മുകളിൽ അവൻ സ്തോത്രം വസ്ത്രം ഇട്ടേച്ച് അതിൽ യേശുവിനെ ഇരുത്തിയിട്ട് അവൻ സ്തോത്രം ഈ ഈ ഈ യേശുവിനെയും കൊണ്ട് ഇവർ യെരൂശലേമിലേക്ക് സഞ്ചരിച്ച് ചെല്ലുമ്പോൾ വേദപുസ്തകത്തിൽ നാം 21 അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. ഇവർ യേശുവിനെ അടുത്ത 9 വാക്യത്തിൽ മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ, എങ്ങനെ കടന്നപ്പോൾ, ഈ കഴുതയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യെരൂശലേമിലേക്ക് യേശു കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകുവാൻ ഇടയായി. ഞാൻ പറയുന്ന അടുത്ത ദൂതിതത്രേ ഈ നാളുകളിൽ. അവൻ സ്തോത്രം പഴയ നിയമത്തിൽ എല്ലായിടത്തും ഈ കഴുതയെ നമ്മൾ കാണുന്നത് തല കുനിഞ്ഞ കഴുത. അവൻ സ്തോത്രം ഹല്ലേലൂയ ബിലെയ മുതലായ പ്രവാചകന്മാരുടെ അടികൊണ്ട കഴുത. സ്തോത്രം വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്കിനെ ചുമന്ന കഴുത. അവൻ സ്തോത്രം അനേകരുടെ ഭാരങ്ങളെ ചുമന്ന കഴുത. അവൻ തലകുനിഞ്ഞ എല്ലാവരുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന കഴുത, ശപിക്കപ്പെട്ട കഴുത. ആ കഴുതയുടെ മേൽ എൻ്റെ യേശു കയറിയപ്പോൾ ഇതാ ശപിക്കപ്പെട്ട കഴുത. ഇതാ യേശു ആ കഴുതയുടെ മുകളിൽ കയറിയപ്പോൾ യെരൂശലേം എന്ന പട്ടണത്തിലേക്ക് യേശുവിനെയും ചുമന്നുകൊണ്ട് ഈ കഴുത കയറി ചെല്ലുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അവൻ വിലയില്ലാത്ത കഴുത ഇതാ വിലയുള്ള ഒന്നാക്കി യേശു തൻ്റെ മേൽ കയറപ്പെട്ടപ്പോൾ വിലയുള്ള കഴുതയായി തീരുവാനിടയായി. ഇന്ന് പകൽ നിങ്ങളോട് പറയേണ്ട അടുത്ത ദൂതിതത്രേ, ഇന്ന് ദേശത്തിൽ നീ വിലയില്ലാത്ത വ്യക്തിയാണെങ്കിൽ, നീ ശപിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നീ ബന്ധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അവൻ സ്തോത്രം തല കുഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഇതാ നിന്റെ തല ഉയർത്തത്തക്കവണ്ണം മാനിക്കപ്പെടുന്ന ദിവസങ്ങൾ, അപമാനിക്കപ്പെട്ട അതേ സ്ഥാനത്ത്, നിന്ദിക്കപ്പെട്ട അതേ സ്ഥാനത്ത്, അനേകരുടെ ഭാരങ്ങളെ നാളുകളായി ചുമക്കുന്ന നിന്റെ ജീവിതത്തിൽ, കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്നു പകൽ ഒരു ഭയങ്കര സ്വാതന്ത്ര്യം, ഒരു വലിയ സ്വാതന്ത്ര്യം എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ തരുന്ന ഒരു പകലാണ് ഈ പകൽ. അത് ഈ പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഇന്നു പകൽ സംഭവിക്കുവാൻ ഇടയാകട്ടെ. 21 അധ്യായം 4 വാക്യത്തിൽ വായിച്ച നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഈ സംഭവം, ഈ വാഗ്ദത്തം അവൻ നിവർത്തിയായപ്പോൾ, ഈ വാക്ക് അവിടെ നിവർത്തിയായപ്പോൾ അവൻ സ്തോത്രം പട്ടണം ഇളകത്തക്കവണ്ണം, കഴുതയുടെ കെട്ടഴിയത്തക്കവണ്ണം, കഴുത മാനിക്കപ്പെടത്തക്കവണ്ണം ഒത്തിരി വ്യത്യാസങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ട്, യേശുവുമായി കണക്ട് ചെയ്ത് ഒത്തിരി ദൈവപ്രവർത്തികൾ, ഒത്തിരി വ്യത്യാസങ്ങൾ പലരുടെയും ലൈഫിൽ അവൻ കഴുത ഉൾപ്പെടെയുള്ള പലരുടെയും മേഖലയിൽ നടന്നെങ്കിൽ ഇന്ന് ഈ പകൽ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ദൂതറിയിക്കുന്നു. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ, നീ ഇന്ന് പകൽ യേശുവുമായി നീ ഒന്ന് കണക്റ്റ് ആയാൽ, നിന്റെ ലൈഫിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ വ്യത്യാസം. ഇന്നലകളിൽ നീ ആരായിരുന്നു, ഇന്നലകളിൽ നീ ഏതവസ്ഥയിലായിരുന്നു, അതിന്ന് പകൽ വിഷയമല്ല. നിന്റെ ലൈഫിൽ ഇതാ ഒരു വലിയ ചേഞ്ച് കർത്താവ് കൊണ്ടുവരുവാൻ പോകുന്നു. ഞാൻ ഇന്ന് പകൽ ആവർത്തിച്ചു പറയുന്നു, നിന്റെ രാജാവ് നിന്റെ അടുക്കൽ ഇന്ന് പകൽ ഇറങ്ങി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 28 വാക്യത്തിലും നാം ഇങ്ങനെ കാണുന്നു, ഒരിടത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായി. പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച് അവൻ മറിയ പറയുക, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. യെരൂശലേമിലേക്ക് വന്ന യേശു മത്തായി 21 അധ്യായത്തിൽ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു
എന്ന് പറഞ്ഞ കർത്താവ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ വീട്ടിലേക്ക്, ആ ബഥാനി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എൻ്റെ കർത്താവ് വന്നപ്പോൾ മറിയോട് മാർത്ത വന്ന് പറയുകയാ, ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ആരെയെ നോക്കി പറയുന്നു, ഏമേൻ, ഗുരു വന്നിട്ടുണ്ട്, രാജാവ് വന്നിട്ടുണ്ട്. നിന്റെ മാറ്റത്തെ മാറ്റാൻ, ആ പഴകിയ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ വിടുതലുകളെ കൽപ്പിക്കാൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് ഇന്ന് പകൽ മാറ്റം വരുത്താൻ, നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കാൻ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ, നിന്റെ ഒറ്റപ്പെടലുകൾക്ക് ഒരു ഇമ്മാനുവേലായി നിന്നോട് കൂടെ ഇരിക്കുന്ന, നിന്റെ അരികിൽ ഇറങ്ങി വരുന്ന, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ആ നല്ല ഗുരു ഈ പാം സൺഡേ നിന്റെ ലൈഫിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. പിന്നെയും യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഗുരു വന്നിട്ടുണ്ട് എന്ന് 28-ാം വാക്യത്തിൽ മാർത്ത മറിയോട് പറഞ്ഞെങ്കിൽ, ലാസറിന്റെ വീട്ടിൽ വന്ന യേശു, അവൻ മാർത്ത പറഞ്ഞതുപോലെ വെറും ഒരു ഗുരുവായിട്ടല്ല വന്നത്, സാക്ഷാൽ യേശു തന്നെ അവളോട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് തളം കെട്ടിക്കിടക്കുന്ന ചില നിർജീവമായ അവസ്ഥകൾ, ചില നിർജീവത്വത്തിന്മേൽ ഇന്ന് പകൽ പുനരുത്ഥാനവും ജീവനുമായ യേശുവിന്റെ ശക്തി ഈ പകൽ ലാസറിന്റെ കല്ലറയ്ക്കകത്ത്, ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ വ്യാപരിക്കപ്പെട്ട പുനരുത്ഥാനവും ജീവനുമാകുന്ന ആ യേശുവിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ ലൈഫിലേക്ക് ഈ പകൽ ഇറങ്ങി വന്ന് മാറ്റം വെച്ച വിഷയത്തിൽ, അവൻ നിർജീവമായി പോയ വിഷയത്തിൽ, ജീവൻ നഷ്ടപ്പെട്ട വിഷയത്തിൽ ഇന്ന് പകൽ ഒരു ഭയങ്കര വിടുതൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ, ഏറ്റെടുത്താട്ടെ. ലാസറിന്റെ വീട്ടിൽ വന്ന യേശു മാർത്തയെയും മറിയെയും തേടി ലാസറിനെ ഉയർപ്പിപ്പാൻ ഇറങ്ങി വന്ന യേശു ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ഇറങ്ങി വരുവാൻ പോകുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നു. അതിൻ്റെ ശേഷം 1-ാം വാക്യം, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ യെരുശലേമിൻ്റെ ആട്ടുവാതിൽക്കൽ ബെതസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും, അവന് സൗഖ്യം വരും. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കിടക്കുന്നത് ആരാ? 38 വർഷം കൊണ്ട് ആ ബെതസ്ത കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ആമേൻ. ഇന്ന് പകൽ സ്തോത്രം, ആമേൻ. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. അഥവാ ഇന്നത്തെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വന്നു പറയട്ടെ, യേശു യെരുശലേമിലേക്ക് വന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലെ ചില ബെതസ്തകളിൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഈ പകൽ വായിക്കപ്പെട്ട ഈ വചനത്തിൽ പറയുന്ന സ്തോത്രം, ആമേൻ, വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ
ഇങ്ങനെ വലിയൊരു കൂട്ടം ആമേൻ ഇന്ന് പകൽ ഏതൊക്കെ ഭവനങ്ങളിൽ ഏതൊക്കെ വ്യക്തികൾ ഈ വചനം കേൾക്കുന്നു, നിന്റെ വീട്ടിനകത്തുള്ള രോഗങ്ങൾ, നിന്റെ കുടുംബത്തിനകത്തുള്ള രോഗങ്ങൾ, നിന്റെ ശരീരത്തിൽ നീ നാളുകൾ കൊണ്ട് നീ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ രോഗത്തെ ഇന്ന് ഈ പകൽ യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ബെതസ്ത കുളക്കരയിലേക്ക്, യെരൂശലേമിന്റെ ബെതസ്ത കുളക്കരയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ രാജാവ് ഇന്ന് പകൽ ആ സൗഖ്യദായകൻ ഈ പകൽ നിന്റെ ഭവനത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് അവൻ രാജാതി രാജാവായി, അവൻ കർത്താതി കർത്താവായി, അവൻ സൗഖ്യദായകനായി ഇന്ന് പകൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒത്തിരി പഴക്കം ചെന്ന ചില രോഗങ്ങൾ, ഒത്തിരി പഴക്കം ചെന്ന ചില ബന്ധനങ്ങൾ, ഒത്തിരി പഴക്കം ചെന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ ആമേൻ ദൈവത്തിന്റെ ദാസൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അധികാരത്തോടെ പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്ക് ഇന്ന് പകൽ നീ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കാരണം ഇന്ന് പകൽ യേശു രാജാവായ യേശു, ഹല്ലേലൂയ, രാജാവായ യേശു, രാജാതി രാജാവായ എൻ്റെ യേശു, അതെ നിന്റെ യേശു ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലേക്ക് അവൻ ഇന്ന് പകൽ വന്നിട്ടുണ്ട്, അവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചാട്ടെ, ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്ക്, നിന്റെ അരികിൽ ഈ പകൽ യേശു ഇറങ്ങി വരുന്നു, രാജാതി രാജാവ് ഇറങ്ങി വരുന്നു. ഓ ഞാൻ ഇങ്ങനെ പറയുന്നു, ആമൻ, കർത്താവിന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, രാജാവുള്ള ഇടത്ത് രാജകോലാഹലം ഉണ്ട്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് രാജാവ് ഇറങ്ങി വന്നാൽ കണ്ണുനീരും നെടുവീർപ്പും വേദനയും നിലവിളിയും പ്രയാസങ്ങളും പരിഭവങ്ങളും പിറുപിറുപ്പും രോഗവും ഒന്നും അല്ല. രാജാവുള്ളിടത്ത് ഇന്ന് പകൽ രാജകോലാഹലം, ഒരാർപ്പിന്റെ ശബ്ദം ഈ ഞായറാഴ്ച നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. വിശ്വസിക്ക്, സ്വീകരിച്ച് യേശു എന്ന രാജാവ്, രാജാതി രാജാവാകുന്ന എൻ്റെ കർത്താവായി യേശു ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാകട്ടെ, വളരെ വിടുതലാകട്ടെ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ പാം സൺഡേ ആയി ഇന്ന് പകൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെറുതെ പുറമേ കാണിക്കുന്ന ചില ആഘോഷങ്ങളും ചില പ്രകടനങ്ങളും മാത്രമായിട്ടല്ല, ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ഭവനത്തിൽ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ദേശത്ത് യേശു ഇറങ്ങി വരുന്ന ഒരു ദിവസം ആയിരിക്കട്ടെ ഇന്ന് പകൽ. അതങ്ങനെ തന്നെ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പാപങ്ങൾ മോചിക്കപ്പെടട്ടെ, ശാപങ്ങൾ അഴിയട്ടെ. യേശു വന്നാൽ, യേശു എവിടെയും വന്നാൽ അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ഇവരുടെ ലൈഫിൽ ഇന്ന് പകൽ സംഭവിപ്പാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.